അപകടകരമായ വിശ്വാസമാണെന്ന്. ഈശോയിലുള്ള വിശ്വാസം അപകടകരമായ വിശ്വാസമാണ്. ഇത് ഭൂമിയെ കാലത്തെ കീഴ്മേൽ മറിക്കാൻ കെൽപ്പുള്ള ഒരു വിശ്വാസമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്ക് കൂടെ അത് തോന്നേണ്ടതുണ്ട്. ഇത് വിലയുള്ള വിശ്വാസമാണ്. ഇത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമാണ്. എന്റെ ചിന്തയെയും എന്റെ ധാരണകളെയും എന്റെ നിലപാടുകളെയും എന്റെ ആഗ്രഹങ്ങളെയും എന്റെ പ്രതീക്ഷകളെയും എന്റെ കുടുംബത്തെയും എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് കാലിത്തൊഴുത്തിൽ പിറന്നവനെന്ന്. എന്തിനാണ് ലോകം കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് ഭയപ്പെടുന്നത്? ഇല്ലേ? ഒരു ഈച്ചയെ പോലും ആട്ടിയകറ്റാൻ പറ്റാത്ത ഒരു കുഞ്ഞായിട്ട് കിടക്കുന്ന ഒരു ഉണ്ണിയേശുവിന്റെ തിരുനാളല്ലേ ആഘോഷിക്കുന്നത്. എന്തിനാണ് ലോകം ഭയപ്പെടുന്നത്? കയ്യില് കത്തി പിടിക്കുകയും കയ്യിൽ കടാര പിടിച്ചിരിക്കുകയും കയ്യിൽ കുന്തവും പിടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു മൂർത്തിയുടെ തിരുനാളല്ലല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. ലോകം എന്തിനാണ് ഭയപ്പെടുന്നത്? ലോകം ഭയപ്പെടും. കാരണം അവൻ അത്രമാത്രം ചെറുതായി എന്നത് കണ്ട് ലോകം ഭയപ്പെടും. അവൻ അത്രമാത്രം ത്യാഗം ചെയ്തു, സ്വർഗം ഉപേക്ഷിച്ചു. അവൻ ദൈവത്തിന് മാത്രമേ ഇത്രമാത്രം ചെറുതാകാൻ കഴിയുകയുള്ളൂ എന്ന സത്യം കാണുമ്പോ ലോകം ഭയപ്പെടുമെന്നേ. ഒരു മനുഷ്യൻ ഇങ്ങനെ ചെറുതാകാൻ കഴിയുമോ? ഒരു മനുഷ്യൻ എല്ലാം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന് അധികാരം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന് സമ്പത്ത് വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന് പിറന്നു വീഴാൻ അല്പം യോഗ്യതയുള്ള ഒരു ഇടം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? അത് കഴിയുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ്. അത് ദൈവത്തിനാണ്. ഇത്രമാത്രം വിനയമുണ്ടെങ്കിൽ, ഇത്രമാത്രം എളിമയുണ്ടെങ്കിൽ ആ ക്രിസ്തു അത് ദൈവം തന്നെയാണെന്ന് ലോകത്തിന് തോന്നുന്നുണ്ടെന്നേ. അവന്റെ എളിമയിലാണ് ലോകം അവന്റെ തിരുമുഖത്തിലെ ദൈവ സ്വഭാവം ദർശിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി അവന്റെ തിരുമുഖത്തു നിന്ന് ഈ ദൈവ സ്വഭാവം ദർശിച്ച നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ പങ്കുകാരനാകാൻ വന്നവനെ പോലെ നമ്മൾ ചെറുതാകുമ്പോഴാണ്, നമ്മൾ എളിമപ്പെടുമ്പോഴാണ്, നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ്,